ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. നമ്മളിന്ന് സംസാരിക്കുന്നത് ഒരു കിംവദന്തിയെ തകർക്കാൻ ഹിറ്റ്ലർ നശിപ്പിച്ച ഗ്രാമം. വടക്കൻ ഓസ്ട്രിയയിൽ വിയന്നയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് ഡോളർഷെം എന്ന ഒരു ചെറിയ ഗ്രാമമുണ്ട്. 80 വർഷങ്ങൾക്ക് മുമ്പ് ഈ ചെറിയ ഓസ്ട്രിയൻ ഗ്രാമം ഒരു ജർമ്മൻ സ്വേച്ഛാധിപതി തൻ്റെ കുടുംബത്തിൻ്റെ അപകീർത്തികരമായ ഉത്ഭവം മായ്ക്കാനുള്ള ശ്രമത്തിൽ ഈ ഗ്രാമത്തെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നോക്കി. ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ലോഗോ പ്ലീസ്. ചരിത്രം പഠിക്കാത്ത ധാരാളം മണ്ടന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ആ കൂട്ടത്തിലാണ് ഞാനും. 1837 ഡോളർഷെമ്മിൽ വെച്ചാണ് മരിയ ഷിക്കിൾ ഗ്രൂബർ എന്ന സ്ത്രീ അവിഹിത കുഞ്ഞിനെ ജന്മം നൽകിയത്. അഡോൾഫ് ഹിറ്റ്ലറുടെ പിതാവ് അലോയിസ് ഷ്കുൾ ഗ്രൂബർ ആയിരുന്നു ആ കുട്ടി. 42-കാരിയായി അവിവാഹിതയായ ഒരു യുവതി ഗർഭത്തിന് ഉത്തരവാദിയായി. പുരുഷൻ ആരാണെന്ന് അവരുടെ ഇടവക പള്ളിയിൽ സമർപ്പിച്ച കുഞ്ഞിൻ്റെ മാമോദിസ സർട്ടിഫിക്കറ്റിൽ വെളിപ്പെടുത്തിയിട്ടില്ല. പിന്നീട് അലോയിസിന് 5 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ ജോഹാൻ ജോർജ് ഹൈഡ്ലറെ വിവാഹം കഴിച്ചു. അലോയിസ് ഹിറ്റ്ലറുടെ പേരിൽ ഹിറ്റ്ലർ എന്ന പേര് സ്വീകരിച്ചു. അഡോൾഫ് ഹിറ്റ്ലർ രാഷ്ട്രീയ പ്രാമുഖ്യം നേടിയതു മുതൽ ഹിറ്റ്ലറുടെ യഥാർത്ഥോത്ഭവത്തിൻ്റെ നിഗൂഢത തകർക്കാൻ ചരിത്രകാരന്മാർ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിലൊരു പ്രധാന ഘടകം ഹിറ്റ്ലർ ആര്യൻ വംശജനാണെന്ന അവകാശവാദമായിരുന്നു. നിരവധി ചരിത്രകാരന്മാരിൽ ഒരാളായ വെർണൻ മാസർ അലോയിസിൻ്റെ ജീവശാസ്ത്രപരമായ പിതാവായി കരുതുന്നത് ജോഹാൻ ജോർജ് ഹിറ്റ്ലറുടെ സഹോദരനായ നെപോമുക് ഹൈഡ്ലർ ആണ്. അദ്ദേഹം കൗമാരത്തിൽ അലോയിസിനെ വളർത്തുകയും പിന്നീട് തൻ്റെ ജീവിത സമ്പാദ്യത്തിൻ്റെ ഗണ്യമായൊരു ഭാഗം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. മാസർ പറയുന്നതനുസരിച്ച് നെപോമുക് വിവാഹിതനായ ഒരു കർഷകനായിരുന്നു. ഭാര്യയെ വിഷമിപ്പിക്കാതെ അലോയിസിനെ സഹായിക്കുകയും പരിപാലിക്കാനുമുള്ള നെപോമുക്കിൻ്റെ ആഗ്രഹത്തിന് ഒരു മറയായി അവിവാഹിതനായ ജോഹാൻ ജോർജ് ഹൈഡ്ലർക്ക് അലോയിസിൻ്റെ അമ്മ മരിയയെ വിവാഹം കഴിക്കാൻ ഏർപ്പാട് ചെയ്തു കൊടുത്തു എന്നാണ്. തെളിയിക്കപ്പെടാത്ത മറ്റൊരു സിദ്ധാന്തം അലോയിസിൻ്റെ പിതാവ് ലിയോപോൾ ഫ്രാങ്കൻബർഗർ എന്ന ജൂതനായിരുന്നു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം മരിയ ഷ്കുൾ ഗ്രൂബർ ഗ്രാസ് പട്ടണത്തിൽ പാചകക്കാരിയായി ജോലി ചെയ്തിരുന്നു. എന്നാൽ ഈ സിദ്ധാന്തം ചരിത്രകാരന്മാർ തള്ളിക്കളയുന്നു. കാരണം മരിയ ഗർഭിണിയായ സമയത്ത് ഗ്രാസിൽ ഒരു ജൂതന്മാരും താമസിച്ചിരുന്നില്ല. ഈ കിംവദന്തികൾ പലപ്പോഴും ഹിറ്റ്ലറെ രോഷത്തിലേക്ക് തള്ളിവിട്ടു. 1931 ഹിറ്റ്ലർ തൻ്റെ വംശപരമ്പരയെ പറ്റിയുള്ള കിംവദന്തികൾ അന്വേഷിക്കാൻ SS-നോട് ഉത്തരവിട്ടു. ജൂത പൂർവികരെക്കുറിച്ച് യാതൊരു തെളിവും കണ്ടെത്തിയില്ല. 1937 ദ പെഡിഗ്രി ഓഫ് ദ ലീഡർ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച തൻ്റെ വംശപരമ്പര കാണിക്കാനുള്ള ഒരു വലിയ സചിത്രവംശാവലി വൃക്ഷം തയ്യാറാക്കാൻ അദ്ദേഹം ഒരു വംശാവലി ശാസ്ത്രജ്ഞനോട് ഉത്തരവിട്ടു. ഹിറ്റ്ലർ തീരുമാനിച്ചതിന് തൃപ്തിപ്പെടാതെ സംശയാലുക്കൾ അന്വേഷണത്തിന് പോയ ഡോളർഷെം ഗ്രാമം മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ ഹിറ്റ്ലർ തീരുമാനിച്ചു. ഹിറ്റ്ലർ ഓസ്ട്രിയയെ ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ ഒരു വലിയ സൈനിക പരിശീലന ക്യാമ്പ് നിർമ്മിക്കുന്നതിനായി മറ്റ് നിരവധി അയൽ ഗ്രാമങ്ങൾക്കൊപ്പം ഡോളർഷെമിനെയും ഒഴിപ്പിക്കാൻ ഹിറ്റ്ലർ ഉത്തരവിട്ടു. പരിശീലനത്തിൻ്റെ ഭാഗമായി 2000-ലധികം താമസക്കാരെ നിർബന്ധിതമായി പുനരധിവസിപ്പിക്കുകയും അവരുടെ വീടുകൾ ബോംബെറിയുകയും ചെയ്തു. 2ാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാനത്തിന് ശേഷം പരിശീലന ഗ്രൗണ്ട് സോവിയറ്റ് സൈന്യം പിടിച്ചെടുത്തു. അത് ഇന്നും ഓസ്ട്രിയൻ സായുധ സേനയുടെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രത്യേക മേഖലയായി തുടരുന്നു. എന്നിരുന്നാലും 1981 മുതൽ പ്രധാന സ്ക്വയർ സെയിൻറ്റ് പീറ്റേഴ്സ് ആൻഡ് പോൾ റോമനൈസ്ക് ഇടവകപ്പള്ളിയുടെ അവശിഷ്ടങ്ങൾ, അതിൻ്റെ ചുറ്റുമുള്ള ശ്മശാനം എന്നിവ സന്ദർശകർക്ക് സന്ദർശിക്കാവുന്നതാണ്. ഈ കുഞ്ഞു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഞാൻ എൻ്റെ പ്രസൻറ്റേഷൻ ഒന്നും കൂടി നല്ലതാക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക.